ജയിലിൽ എങ്ങനെ കയറി വന്നു, ജയിലിൽ എങ്ങനെ ഇത്രയും കട്ടിയുള്ള തുണി, അതായത് മൂന്ന് മൂന്ന് മതിലുകൾ ചാടിക്കടന്ന മൂപ്പര് പുറത്തെത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എപ്പോഴേ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് വരുന്ന ദിവസങ്ങളിൽ കണ്ടെത്തി പിന്നെ രാഷ്ട്രീയപരമായിട്ട് ആരോപണം എന്നുള്ളതിലുപരി ഇവർ പറഞ്ഞാൽ കുറെ എന്താ പറയാ വസ്തുതകളുണ്ട്. അത് തീർച്ചയായും പരിശോധിച്ചേ പറ്റൂ. ഇതുപോലൊരു വൃത്തികെട്ടവൻ ആരാണ് സഹായം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യം ഇതുപോലൊരു കൊടും കുറ്റവാളിക്ക് സഹായം ചെയ്യാൻ മാത്രം അതപ്പതിച്ചൊരു വ്യക്തി, അവനെ ആദ്യം തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ അവനെ ആദ്യം ശരിയാക്കണം, എന്നിട്ട് ഗോവിന്ദചാമീനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ. കണ്ണൂർ ജയിലിലെ ഒരു ലോബിയുടെ അണ്ടറിലാണെന്നൊക്കെയാണ് പറയുന്നത്, പണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പിന്നെ പി ജയരാജ് അല്ലെ CPM ലോബിന്റെ അണ്ടറില്ല, അവരൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ട് ഇതുപോലെ ഒരു വൃത്തികെട്ടവനെ രക്ഷിച്ചെടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോ? അതുപോലെ തന്നെ ഒറ്റ കൈ കൊണ്ട് അങ്ങനെ മതിൽ പിടിച്ചു കയറി എന്നുള്ളൊക്കെ വലിയൊരു ചോദ്യം. എങ്ങനെ നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ കാല് പിടിച്ച് കയറി കഴിഞ്ഞാൽ തന്നെ വീണു നിലത്ത് പോകൂലേ? വരുന്ന ദിവസങ്ങളിൽ CCTV ഇതിന്റെ അകത്തൊക്കെ CCTV ഉണ്ട്. അപ്പോൾ കയറുന്ന കറക്റ്റ് വിഷ്വൽസിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ അതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താവുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.